അധികൃതരുടെ അവഗണനയും വികസന മുരടിപ്പും കൊച്ചി നഗരസഭയിൽ ഇരട്ട നഗരവാദമുയരുന്നു. ഹൈദരാബാദ്, സെക്കന്ദരാബാദ് മാതൃകയിൽ കൊച്ചി നഗരസഭയെ കൊച്ചി, എറണാകുളം എന്നീ നഗരസഭകളാക്കണമെന്നാണ് പ്രധാന ആവശ്യം. കോർപ്പറേഷന്റെ വികസനം നഗര കേന്ദ്രീകൃതമാണെന്നും ഉൾപ്രദേശങ്ങളെ അവഗണിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. കൊച്ചിയുടെ വികസനം നഗരങ്ങളിൽ വേരൂന്നുമ്പോൾ ഫോർട്ട് കൊച്ചി മേഖലയെ അവഗണിക്കുകയാണെന്നാണ് പ്രധാന പരാതി. ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളടക്കമെത്തുന്ന പരമ്പരാഗത കൊച്ചിയോട് നിരന്തര അവഗണനയാണെന്നും ആക്ഷേപമുണ്ട്. വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികളടക്കം തമ്പടിക്കുന്ന മേഖലയിൽ മികച്ച സംവിധാനങ്ങളില്ലാത്തതും ടൂറിസത്തിനടക്കം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചരിത്രമുറങ്ങുന്ന കൊച്ചിയെ സംരക്ഷിക്കാൻ കോർപ്പറേഷന് വേണ്ട വിധത്തിൽ സാധിക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കൊച്ചിയുടെ ടൂറിസം മേഖല, വാണിജ്യ വ്യാപാര വിൽപ്പന നികുതി, വീട്ടുകരം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ നിന്ന് കോടികളുടെ വരുമാനമാണ് പരമ്പരാഗത കൊച്ചിയിൽ നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. ജെട്ടിയിലോട്ട് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യത്തിന് ഒന്ന് മൂത്രം ഒഴിക്കണമെന്നോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊന്നും ഇതിൻ്റെ അകത്തൊന്നുമില്ല. പുറത്തുനിന്ന് നല്ല മോടിപ്പാണെന്നുള്ളൂ. ബാക്കിയുള്ളവരൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഈ ഏരിയയിലൊന്നുമില്ല. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഒരു സംഭവം തന്നെ. ഈ റോഡുകളൊക്കെ കാണിച്ചിട്ടേക്കണം. വർഷങ്ങളായി ഇതൊക്കെ കുത്തിപ്പൊളിച്ചിട്ടേക്കണം. ഇങ്ങനെ വികസിച്ചിട്ടുള്ള കാര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നുള്ളത്. 2 കൊല്ലത്തോളം ഈ റോഡ് വെറുതെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കണമായിരുന്നു. ഈ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് പണിയാനും വേണ്ടിയിട്ട്. ആ സമയത്താണ് ഇവിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ഈ സൈഡിൽ കിടന്നത്. മാസങ്ങളോളം കിടന്ന്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ കുടിക്കുന്നത് മാലിന്യ ജലങ്ങളാണ് കുടിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം കാര്യങ്ങൾ. നമ്മളെ 2 സുഹൃത്തുക്കൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആര് സമാധാനം പറയാനാണ്? കൊച്ചിയെ കാണിച്ചിട്ട് ഇവർ മുതലെടുക്കണാണ്. തദ്ദേശ വകുപ്പ്, ജില്ലാ ഭരണകൂടം, വാട്ടർ അതോറിറ്റി, ജലഗതാഗത വകുപ്പ്, PWD, റവന്യൂ, കൊച്ചി നഗരസഭ എന്നിവർ നടത്തുന്ന നിരുത്തരവാദ സമീപനവും അവഗണനയും വികസന മുരടിപ്പുമാണ് ഇരട്ട നഗരവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കൊച്ചി നഗരസഭയിലെ 28 ഡിവിഷനുകളും ചെല്ലാനം, കുമ്പളങ്ങി പഞ്ചായത്തുകളും ചേർത്ത് പൊതു നഗരസഭ രൂപീകരിക്കണമെന്നാണ് ആവശ്യം. ഇതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതത്തിലും ഏജൻസികളുടെ നയപരിപാടികളിലും പരമ്പരാഗത കൊച്ചിക്ക് പ്രത്യേക വിഹിതം ലഭ്യമാകും. ഒപ്പം കൊച്ചിക്കായി തനത് ഭരണകേന്ദ്രം ഉയരുമെന്നും നാട്ടുകാർ കണക്കുകൂട്ടുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.